ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോണത് വളരെ പെട്ടെന്ന് എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വനില ഐസ്ക്രീമാണ്. അപ്പോൾ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന അമൂൽ ഐസ്ക്രീമൊക്കെ അല്ലേ, ആ ഒരു ടേസ്റ്റ് തന്നെയാണ് ഈ രീതിയിൽ നമുക്ക് ഐസ്ക്രീം ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്കിനി എങ്ങനെ ഉണ്ടാക്കും നോക്കാം. ഈ ഐസ്ക്രീം ഉണ്ടാക്കാനായിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് കോൺഫ്ലവറും മിൽക്ക് പൗഡറാണ്, പാൽപ്പൊടി. അപ്പോൾ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ വേണം. അപ്പോൾ ഇതേപോലത്തെ ഒരു സ്പൂണിൽ അളന്നെടുത്താലും മതി. അപ്പോൾ ഇത് നിറച്ചെടുക്കുക, 1 ടേബിൾ സ്പൂൺ നിറച്ചിട്ട് എടുക്കണം. പിന്നെ ഒരു 3 ടേബിൾ സ്പൂൺ നിറച്ച് നമുക്ക് പാൽപ്പൊടി വേണം. നമ്മൾ ഏത് സ്പൂണിലാണോ കോൺഫ്ലവർ എടുത്ത് ആ സ്പൂണിൽ തന്നെ 3 ടേബിൾ സ്പൂൺ പാൽപ്പൊടി അളന്നിട്ട് എടുക്കണം. എന്നിട്ട് മിൽക്ക് പൗഡർ ഇതിലോട്ട് ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് പാൽ ഒഴിച്ചിട്ട് ഇതിൽ ലംസ് ഒന്നും ഇല്ലാതെ നല്ല സ്മൂത്തായിട്ട് കലക്കിയിട്ടെടുക്കണം. നമുക്ക് ഒരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുത്താൽ നമുക്ക് ഈസി ആയിട്ട് കട്ടൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ 1/2 ലിറ്റർ പാലാണ് ഐസ്ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ആ പാലല്ല, ഇത് 1/2 കപ്പ് പാൽ എക്സ്ട്രാ പാലാണ് ഞാൻ ചേർത്തത്. ഇനി നമുക്ക് ഐസ്ക്രീം ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് സോസ് പാനിലോട്ട് 1/2 ലിറ്റർ പാല് ചേർത്ത് കൊടുക്കണം. 2 കപ്പ് പാലാണ്, ഫുൾ ഫാറ്റ് മിൽക്കാണ് കേട്ടോ. പാൽ ചേർത്തതിന് ശേഷം നമ്മൾ കലക്കി വെച്ചിട്ടുള്ള കോൺഫ്ലവറിൻ്റെയും പാൽപ്പൊടിൻ്റെയും കൂട്ടില്ലേ, അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. ചേർത്തതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലോണം ഒന്ന് യോജിപ്പിച്ചെടുക്കണം. എന്നിട്ട് ഇതിലോട്ട് നമുക്ക് 1/2 കപ്പ് ഷുഗറും ചേർത്ത് കൊടുക്കണം. ഷുഗർ ചേർത്തതിന് ശേഷം ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് സ്റ്റൗവിൽ വെച്ചിട്ട് ഇതൊന്ന് കുറുക്കിയിട്ടെടുക്കണം. ഇപ്പോൾ ഞാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. സ്റ്റൗവിൽ വെച്ച് ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല. ഓൺ ആക്കുന്നതിന് മുന്നേ ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് വേണം നമുക്ക് ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാൻ. കാരണം കോൺഫ്ലവർ ആയതുകൊണ്ട് താഴെയിങ്ങനെ ഊറിയിട്ട് നിൽക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനോട് ഒന്നുകൂടി ഇളക്കിയതിന് ശേഷം ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കുക. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുറുകി ഒന്ന് തിളച്ച് വരുന്നവരെ നമുക്ക് കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇപ്പം നമ്മൾ തിളപ്പിക്കാൻ വെച്ചിട്ടുള്ള പാല് ചെറുതായിട്ട് കുറുകി തുടങ്ങുന്നുണ്ട്. അപ്പോൾ സൈഡിലുള്ളതൊക്കെ ഉള്ളിലോട്ട് തന്നെ ആക്കി കൊടുക്കണം. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് തിളക്കണ വരെ നമുക്കിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇപ്പോൾ പാല് നല്ല തിളച്ച് വരുന്നുണ്ട്. ഇനി തിളച്ചിട്ട് ഒന്നും കൂടി ഒന്ന് കുറുകണം. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോഴാണ് നമ്മൾ ഐസ്ക്രീം ഉണ്ടാക്കിയെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. കുറച്ചും കൂടി പാലൊന്ന് വറ്റി വരട്ടെ. അതുവരെ നമുക്ക് കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ട് നിൽക്കണം. അപ്പോൾ അത്യാവശ്യം ഇത് പാലുള്ളതുകൊണ്ട് നമുക്ക് തീ കുറക്കേണ്ട ആവശ്യമില്ല. കാരണം മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. എന്നിട്ട് ഇങ്ങനെ അടുക്കി പിടിക്കാത്ത പാത്രം എടുത്താൽ മതി കേട്ടോ. എന്നിട്ടിങ്ങനെ നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് കുറുക്കിയിട്ടെടുക്കുക. ഇപ്പോൾ നമ്മളെ പാല് കറക്റ്റ് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മൾ ഐസ്ക്രീമിന് ടേസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ല ക്രീമിയായി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലോട്ട് 2 ടീസ്പൂണ് ബട്ടർ ചേർത്തിട്ടുണ്ട്. ബട്ടർ ചേർത്തതിന് ശേഷം നല്ലോണം ഒന്ന് അതൊന്ന് മെൽറ്റാക്കി എടുക്കുക. നല്ല മെൽറ്റായതിന് ശേഷം നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ചേർത്ത ബട്ടറൊക്കെ നല്ലോണം മെൽറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓഫാക്കിയതിന് ശേഷം 2 മിനിറ്റ് നല്ലോണം ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പാട കെട്ടാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഐസ്ക്രീമിൻ്റെ കൂട്ട് നല്ലോണം തണുത്ത് വന്നിട്ടുണ്ട്. തണുത്തതിന് ശേഷം ഒന്നും കൂടി കുറുകി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി ഇതിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസും ചേർത്ത് കൊടുക്കണം, നമുക്കൊരു ഐസ്ക്രീമിൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഈ കൂട്ട് മിക്സിയിലോട്ട് ചേർത്തിട്ട് ഒരു 30 സെക്കൻഡ് നമുക്കൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ അധികം നേരമൊന്നും ചെയ്യേണ്ട, 30 സെക്കൻഡൊക്കെ ചെയ്താൽ മതിയാകും. ഇനി നമുക്ക് ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ഐസ്ക്രീമിൻ്റെ കൂട്ട് പതുക്കെ നമുക്ക് ഐസ്ക്രീം സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കണം. ഒഴിച്ചതിന് ശേഷം ഒരു 2-3 തവണ ടാപ്പ് ചെയ്ത് കൊടുക്കുക, എയർ ബബിൾസൊക്കെ പോകാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് കവർ ചെയ്തതിന് ശേഷം ഇത് ഫ്രീസറിൽ വെച്ചിട്ട് നല്ലോണം സെറ്റ് ആവണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്, നല്ല സെറ്റായിട്ട് കിട്ടും. നമ്മൾ ഈ വനില ഐസ്ക്രീം നല്ലോണം സെറ്റായതിന് ശേഷം ഞാൻ ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം.
നമ്മൾ ഐസ്ക്രീം കറക്റ്റ് സെറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു ടൈം തന്നെ നമ്മൾ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുള്ളൂ. അപ്പോൾ തന്നെ നല്ല ക്രീമായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഡീമോൾഡ് ചെയ്തിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതിനെക്കൊണ്ട് ഞാൻ 2-3 സെക്കൻഡ് ഇളം ചൂടുവെള്ളത്തിലാണ് ഈ പാത്രം ഒന്ന് ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് വേഗം ഈസി ആയിട്ട് ഡീമോൾഡ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട്, ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് സ്കൂപ്പ് ചെയ്തിട്ട് അങ്ങനെയും വേണമെങ്കിൽ സെർവ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ കമഴ്ത്തതിന് ശേഷം 2-3 തവണ ഒന്ന് തട്ടി കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് ഈസി ആയിട്ടത് വിട്ട് കിട്ടും. ഇപ്പം നമ്മൾ ക്രീമി ടെക്സ്ചറോട് കൂടിയിട്ടുള്ള നല്ല വാനില ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് സ്പ്രിങ്കിൾസ് വെച്ചിട്ട് ഗാർണിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തിട്ടെടുക്കാം. കുട്ടികൾക്കൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഐസ്ക്രീം തന്നെയാണിത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ കമൻസൊക്കെ അറിയിക്കണം. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.